സ്ഥാപനങ്ങളിൽ പോലും പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഇവയെല്ലാം ഉറപ്പിൻ്റെയും സൗകര്യങ്ങളുടെയും കാര്യത്തിൽ കാലത്തെ അതിജീവിക്കുന്നു. പൊതുജനങ്ങൾക്കിടയിൽ പരക്കെ ഇത്തരം നിർമ്മാണ രീതികൾക്ക് സ്വീകാര്യത വർദ്ധിച്ചു വരുന്നുമുണ്ട്. താമസക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള രൂപകൽപ്പന കെട്ടിട നിർമ്മാണ ചിലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായകമാവുന്നു. നിർമ്മാണ വസ്തുക്കളുടെയും മനുഷ്യാധ്വാനത്തിൻ്റെയും തോത് കുറയ്ക്കുന്നതിൽ രൂപകൽപ്പനയ്ക്കുള്ള പങ്ക് അവഗണിക്കാനാവില്ല. ഒരു പ്രദേശത്ത് കെട്ടിടം വിഭാവനം ചെയ്യുമ്പോൾ അവിടുത്തെ ഭൂപ്രകൃതിക്കും പരിസ്ഥിതിക്കും കോട്ടം തട്ടാതെ വേണം ആസൂത്രണം ചെയ്യേണ്ടത്. കോസ്റ്റ്ഫോർഡ്, ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ് എന്നിങ്ങനെ വിവിധ സ്ഥാപനങ്ങൾ വർഷങ്ങളായി ചിലവ് കുറഞ്ഞ ഭവന നിർമ്മാണത്തിൽ വ്യാപൃതരായിരിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ ഏജൻസികളും എഞ്ചിനീയർമാരും വൈദഗ്ധ്യം നേടിയ തൊഴിലാളികളും ഈ രംഗത്ത് ഇന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ 5 വർഷം കൊണ്ട് പട്ടണ പ്രദേശങ്ങളിൽ ചെലവ് കുറഞ്ഞ കെട്ടിട നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ലളിതമായ രീതിയിൽ പണി ചെയ്ത് കുറഞ്ഞ ചെലവിൽ തീർക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു വീട് സ്വന്തമായി പണിതു. അതിനുശേഷം എൻ്റെ കൂടെ പണിയുന്ന മേസ്ത്രിമാർക്ക് വേണ്ടി ഞങ്ങൾ ചെലവ് കുറഞ്ഞ രീതിയിൽ വീടുകൾ പണി ചെയ്യുകയാണ്. ഗ്രാമപ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ 550 സ്ക്വയർ ഫീറ്റുള്ള വീട് ഇന്ന് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. പണി ചെയ്ത് പൂർത്തിയാകുമ്പോൾ 25,000 രൂപ മാത്രമേ ആവുകയുള്ളൂ. ഇത് അറിഞ്ഞതിന് ശേഷം ഗ്രാമപ്രദേശങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾ ഞങ്ങളെ സമീപിക്കുകയാണ്. എന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു വീട് വെക്കുമ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ സാക്ഷാത്കരിക്കണമെങ്കിൽ എൻ്റെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമേ എനിക്കത് പൂർണ്ണ പ്രാപ്തിയിലെത്തിക്കാനൂ. അതുകൊണ്ട് ഞാൻ ഈ ഹാബിറ്റാറ്റിനെ കോൺടാക്ട് ചെയ്തു. അവരെന്നെ ഹെൽപ്പ് ചെയ്തു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇപ്പം ആർക്കിടെക്റ്റും കസ്റ്റമറും തമ്മിലൊരു നല്ല റിലേഷൻ അങ്ങോട്ട് മനസ്സിലാക്കുക. പിന്നെ അവർ പറയുന്നതനുസരിച്ച് സ്ട്രിക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആ കോസ്റ്റ് ഫാക്ടറി തന്നെ വീട് പൂർത്തിയാക്കാൻ പറ്റും. പലരും ചെയ്യുന്നത് ആർക്കിടെക്റ്റുമായിട്ട് ആദ്യം ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ വീട് അവരുടേതായിട്ട് അവരുടെ രീതിയിൽ ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇതിന് കോസ്റ്റ് കൂടി എന്നുള്ളൊരു ആക്ഷേപമായിട്ട് പലരും മുമ്പോട്ട് വരുന്നത്. ഒരു കാര്യത്തിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കണം. നമ്മൾ നേരത്തെ പദ്ധതി ഇട്ട് എന്താണോ അതനുസരിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ. അതല്ലാതെ തറയോട് പ്ലാൻ ചെയ്തിട്ട് പിന്നെ അത് മൊസൈക്ക് ആക്കുക, അല്ലെങ്കിൽ മാർബിൾ ഇടുക, ഭിത്തി മുഴുവനെ പുറത്ത് കാണിക്കാൻ വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി പലരും ഇതുപോലെ വീടുകളിലേക്ക് വരും. അത് ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫാഷൻ ഹൗസായിട്ട് പോവും. അതിനുശേഷം വീട് മുഴുവൻ തേച്ച് പെയിൻറ്റും അടിച്ച് പോവും. അതിന് പകരം അവർ പറയുന്ന രീതിയിൽ തന്നെ സ്ട്രിക്റ്റായിട്ട് പോകാൻ പറ്റുവാണെങ്കിൽ നല്ല വീട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഞാൻ 1,40,000 രൂപയ്ക്കാണ് ഈ 1,300 സ്ക്വയർ ഫീറ്റുള്ള വീട് ഉണ്ടാക്കിയത്. മെയിൻ്റനൻസ് കോസ്റ്റ് 4 വർഷമായിട്ട് ഈ വീട്ടിൽ എനിക്കൊന്നും മെയിൻ്റനൻസിൻ്റെ ആവശ്യം വന്നിട്ടില്ല. മറ്റ് കൺവെൻഷനൽ ഹൗസ് ആണെങ്കിൽ നമ്മളിപ്പം ഇതുപോലൊരു വീടാണ് ഒരു 4 വർഷത്തിനുള്ളിൽ 2 പ്രാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു 10,000 രൂപ ഓരോ മെയിൻ്റനൻസ് ചെലവഴിക്കേണ്ടി വരും. ഒരു ഫ്ലാറ്റിൽ താമസിച്ചാലും ഈ വിധം സൗകര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ എൻ്റെ സാമ്പത്തിക ശേഷിയും സേവിങ്സും ഒരു വലിയ ബാങ്ക് ലോൺ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത എനിക്കുണ്ടായിരുന്നില്ല. അന്നേരം ആണ് ഞാൻ ബേക്കർ സാഹിബ് ഇങ്ങനെ ലോ കോസ്റ്റ് ഹൗസസ് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞത്. ഇവിടെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസും ഡോക്ടർ രാജ്, ഡോക്ടർ ഗുലാറ്റി, എനിക്കറിയപ്പെട്ട ഇക്കോണമിസ്റ്റ് വീടുകൾ ഞാൻ കണ്ടായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ മനസ്സിനും അത് വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും പാവപ്പെട്ട ആളുകൾ ജീവിക്കുമ്പോൾ നമ്മൾ മാത്രം ഒരുപാട് പണം ചെലവഴിച്ച് ജീവിക്കുന്ന ഒരു രീതിയിൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്നേരമാണ് ഈ വീട്ടിലേക്ക് ഈ രീതിയിൽ വീട് കെട്ടാനുള്ള ഒരു പരിപാടി ഞാൻ ഇട്ടത്. കോസ്റ്റ്ലി ആയിട്ടുള്ള കെട്ടിട പണികൾ വഴിക്ക് ചെയ്യുന്ന വീടുകളിലെ ഇത്രയും സൗകര്യം ഇത്രയും പണത്തിൽ എനിക്ക് നേടിയെടുക്കാൻ ഒക്കില്ലായിരുന്നു. ഒരു ലോ കോസ്റ്റ് ഹൗസ് എന്ന് മാത്രമല്ല, ഒരു സുന്ദരമായ ഒരു കലാരൂപം തന്നെയാണ് അദ്ദേഹം ഞങ്ങൾക്ക് സൃഷ്ടിച്ചത്. ഈ വീടിന് ടോട്ടൽ കോസ്റ്റ് 2,100 പ്ലിന്ത് ഏരിയ ഇൻക്ലൂഡിങ് ഓൾ ഫെസിലിറ്റീസ് അദ്ദേഹം ഏതാണ്ട്
2.5 ലക്ഷം രൂപയ്ക്ക് വീട് 1986 തീർത്തത്. കോസ്റ്റ് എഫക്റ്റീവ് ആസ്പെക്റ്റ്, ഏറ്റവും ആധുനിക രീതി എന്ന് തോന്നത്തക്ക വിധത്തിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ വെച്ച് അദ്ദേഹം ഈ ഒരു കെട്ടിടം പണിയാൻ ഞങ്ങളെ വളരെ സഹായിച്ചു. ഒരു ഏരിയയും വേസ്റ്റായിട്ട് പോയിട്ടില്ല. ഒരു ബ്രിക്ക് തന്നെ അവിടെ വേസ്റ്റായിട്ട് വെച്ചിട്ടുണ്ടെന്ന് ആർക്കും തോന്നിയിട്ടുമില്ല, ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുമില്ല. അടുക്കള, ആ സ്ഥലത്തെ പറ്റി എൻ്റെ വൈഫ് അല്പം സംസാരിക്കും. അടുക്കളയാണെങ്കിൽ സാധാരണ മാർബിൾസ് ഒക്കെ ഇട്ട് ടൈൽസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ ബ്ലാക്ക് ഓക്സൈഡ് തന്നെ യൂസ് ചെയ്ത് വളരെ മനോഹരമായ ഒരു ചെറിയൊരു കിച്ചനാണ് ബേക്കർ ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അത് വളരെ കൺവീനിയൻ്റ് ആണ്. അരകല്ലും വാഷ് ബേസിനും ഒക്കെ അതനുസരിച്ച് പാകത്തിന് നമ്മുടെ ശരീരഘടനയ്ക്കനുസരിച്ച് അതേ പൊക്കമൊക്കെ അളന്നാണ് അദ്ദേഹം അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും പ്രാദേശിക നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചതും അതേസമയം വാസയോഗ്യവും മനസ്സിനിണങ്ങുന്നതും നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതവുമായ ഒരു വീട്, അതാവട്ടെ നമ്മുടെ ലക്ഷ്യം.